റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വർഷങ്ങൾ നീണ്ട ഉഭയകക്ഷി ചർച്ചകൾക്കും നയതന്ത്ര വിലപേശലുകൾക്കും ശേഷം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കരാർ യാഥാർത്ഥ്യമായത്. ഇതോടൊപ്പം അടുത്ത 10 വർഷം സമഗ്ര പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനുള്ള വിഷൻ 2035 എന്ന ദർശനരേഖയും ലണ്ടനിൽ പുറത്തിറക്കി. യുകെയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 99%, അതായത് രത്നങ്ങൾ, തുണിത്തരങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, തുകൽ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയ്ക്ക് 0 താരിഫാണ്. പകരമായി ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയുടെ 90%-ലും UK ഘട്ടം ഘട്ടമായി താരിഫ് കുറയ്ക്കും. സ്കോച്ച് വിസ്കിയുടെ തീരുവ ഉടനടി 150%-ൽ നിന്ന് 75%-ആയും 10 വർഷത്തിനുള്ളിൽ 40%-ആയും കുറയും. 100%-ലധികം താരിഫ് നേരിടുന്ന ബ്രിട്ടീഷ് കാറുകളുടെ തീരുവ ഒരു ക്വാട്ട പ്രകാരം 10%-ആയി കുറയ്ക്കും. മെഡിക്കൽ ഉപകരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വിമാനഭാഗങ്ങൾ, ഇലക്ട്രോണിക്സ് എന്നിവയിലെ താരിഫ് ഇളവുകളും ഈ കരാറിന്റെ മറ്റ് നേട്ടങ്ങളാണ്. ഇന്ത്യയുടെ ഇലക്ട്രിക്, ഹൈബ്രിഡ് വാഹന നിർമ്മാതാക്കൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനം ലഭിക്കും. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഉത്പന്നങ്ങൾക്ക് വിപണിയുടെ വാതിൽ തുറക്കുകയാണ് ഇന്ത്യയും UKയും. ക്ഷീരോത്പന്നങ്ങൾ, ആപ്പിൾ, ഓട്സ്, ഭക്ഷ്യ എണ്ണ എന്നിവയെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 വർഷത്തേക്ക് വരെ UKയിലെത്തുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികൾക്കും കരാർ ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷാ സംഭാവന നൽകുന്നതിൽ ഇളവ് കിട്ടും. ബിരുദങ്ങൾ അംഗീകരിക്കും. വിസാ ചട്ടങ്ങളിൽ ഇളവ് നൽകും. ഇന്ത്യയിലെ സമുദ്രോത്പന്നങ്ങൾ, കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്ക് UK തീരുവ ഒഴിവാക്കും. സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് മേഖലകളിലും 0 തീരുവയ്ക്ക് UK സമ്മതിച്ചു. ബ്രിട്ടനെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷം സാമ്പത്തികമായി ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കരാറാണ് ഈ കരാർ. ഇന്ത്യക്ക് ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യത്തെ പ്രധാന സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ബ്രെക്സിറ്റിന് ശേഷം വ്യാപാര ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യയുടെ വ്യാപാര വിപണി തുറന്നു കിട്ടുന്ന സുപ്രധാന സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഒപ്പുവയ്ക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധം കൂടി ശക്തമായതോടെ ബ്രിട്ടന് ഇന്ത്യയുമായുള്ള കരാർ സുപ്രധാനമായി മാറിയിരുന്നു. മുൻ ടോറി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് കരാർ ഉറപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. ഇപ്പോൾ കീർ സ്റ്റാർമർ ഗവൺമെന്റ് ഈ കരാർ നേടിയെടുത്തത് ബ്രിട്ടന്റെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥകൾക്കിടെ വലിയ നേട്ടമായി കണക്കാക്കാം. ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പെരുകിയെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം 8 സ്ത്രീകളിൽ ഒരാൾ ലൈംഗികാതിക്രമത്തിനോ ഗാർഹിക പീഡനത്തിനോ പിന്തുടരലിനോ ഇടയായിട്ടുണ്ടെന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും നടത്തിയ ക്രൈം സർവേയുടെ ഭാഗമായി ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു. 16 വയസ്സും അതിൽ കൂടുതലുമുള്ള 5.2 ദശലക്ഷം ആളുകൾ ഈ തരത്തിലുള്ള ഒന്നോ അതിലധികമോ കുറ്റകൃത്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് സർവേ കണ്ടെത്തുന്നു. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത് 8.4%-നെ അപേക്ഷിച്ച് കൂടുതലാണ്. ഒരു ദശാബ്ദത്തിനുള്ളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്ന സർക്കാരിന്റെ അഭിലാഷം നിരീക്ഷിക്കാൻ സഹായിക്കണമെന്ന് ഹോം ഓഫീസ് ആവശ്യപ്പെട്ടതിനു ശേഷം 3 കുറ്റകൃത്യങ്ങളുടെയും സംയോജിത വ്യാപനത്തിന്റെ കണക്ക് ONS നൽകുന്നത് ഇതാദ്യമാണ്. ഈ വർഷം അവസാനത്തോടെ മറ്റ് സ്ഥിതിവിവര കണക്കുകൾക്കൊപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്നതിനെക്കുറിച്ച് ഹോം ഓഫീസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സർക്കാരിന്റെ ദൗത്യത്തിന്റെ ഭാഗമായാണ് പുതിയ ഡേറ്റാ സെറ്റ് തയ്യാറാക്കിയതെന്ന് ഹോം സെക്രട്ടറി യെവൻ കൂപ്പർ പറഞ്ഞു. UKയും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിനു ശേഷം ചാൾസ് രാജാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സാൻഡ്രിംഗ്ഹാമിൽ വെച്ച് ചർച്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലെ അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ ഭാഗമായി രാജാവിന് മോദി വൃക്ഷത്തൈയാണ് സമ്മാനമായി നൽകിയത്. ഇന്ത്യയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ച ആശയമാണ് അമ്മയ്ക്ക് ഒരു മരം പദ്ധതി. ഏറെ സന്തോഷത്തോടെ വൃക്ഷത്തെ സ്വീകരിച്ച രാജാവ് ഈ ശരത്കാലത്ത് മരം അമ്മയായ എലിസബത്ത് രാജ്ഞിയുടെ ഓർമ്മയ്ക്കായി നട്ടുപിടിപ്പിക്കും. ചാൾസ് 3ാമൻ രാജാവുമായി വളരെ നല്ല കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തുവെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ചർച്ചയിൽ വിദ്യാഭ്യാസം, യോഗ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ സംസാരിച്ചുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ചക്കേഴ്സിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മോദി രാജാവിനെ സന്ദർശിച്ചത്. നോർഫോക്കിലെ തന്റെ സ്വകാര്യ എസ്റ്റേറ്റിൽ മോദിക്കായി രാജാവ് ആതിഥേയത്വം വഹിച്ചു. അവധിക്കാലം എത്തിയതോടെ കുട്ടികൾ ഫോണിലും കമ്പ്യൂട്ടറുകളിലും എന്ത് ചെയ്യുന്നുവെന്ന് കൃത്യമായി പരിശോധിക്കണമെന്ന് UK സെക്യൂരിറ്റി ഏജൻസി. കുട്ടികളെ സ്വാധീനിക്കാൻ ഭീകരതയെ അനുകൂലിക്കുന്നവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഭീകര സംഘടനകൾ കുട്ടികളെ ഓൺലൈൻ സ്വാധീനിക്കാനും ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മാതാപിതാക്കൾ ജാഗ്രത തുടരണമെന്ന് കൗണ്ടർ ടെററിസം പോലീസിംഗ് M15 നാഷണൽ ക്രൈം ഏജൻസികൾ സംയുക്തമായി പ്രസ്താവന ഇറക്കി. ഫോണിലൂടെയും ഓൺലൈനിലൂടെയും കുട്ടികൾ അപകടത്തിലായേക്കും. ചൈൽഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായ സോഫ്റ്റ്വെയറുകളും കുട്ടികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസഭ്യ ചിത്രങ്ങളും തീവ്രവാദ ഉള്ളടക്കവും ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ കുട്ടികൾ കയറുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ പരിശോധിക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നല്ല ഉള്ളടക്കമുള്ള സൈറ്റുകൾ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. പ്രായം കുറഞ്ഞ കുറ്റവാളികളുടെ എണ്ണം കൂടുന്നത് ഓൺലൈൻ ഉപയോഗത്തിലൂടെയാണ് എന്ന് പോലീസ് പറയുന്നു. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ് സർക്കാർ.
അനധികൃതമായി UK-യിലെത്തുകയും ജോലി ചെയ്യാൻ നിയമപരമായ അനുമതിയില്ലാതെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുകയും ചെയ്ത അനധികൃത തൊഴിലാളികളെ പിടികൂടുന്നതിന് ഭക്ഷണ വിതരണ കമ്പനികളെ ഉപയോഗിക്കാൻ ഹോം ഓഫീസ്. അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ വിവിധ ഭക്ഷണ വിതരണ കമ്പനികളുമായി പങ്കുവയ്ക്കുമെന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കി. ഡെലിവറു, ജസ്റ്റ് ഈറ്റ്, ഊബർ ഈറ്റ് തുടങ്ങിയ കമ്പനികളുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ ഇവർക്ക് കഴിയും. അതോടൊപ്പം അനധികൃതമായി ജോലി ചെയ്യുന്നവർക്ക് ഡെലിവറി റൈഡർമാർ അവരുടെ അക്കൗണ്ട് പങ്കുവയ്ക്കുന്നത് നിർത്തലാക്കാനും സാധിക്കും. UK-യിലെത്തി ആദ്യ 12 മാസക്കാലമോ അല്ലെങ്കിൽ അവരുടെ അഭയാപേക്ഷയിൽ തീർപ്പുണ്ടാകുന്നവരെയോ UK-യിൽ ജോലി ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന അഭയാർത്ഥികളിൽ ചിലർ ഈ ആപ്പുകൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസം റൈഡർമാരുടെ തിരിച്ചറിയൽ രേഖകൾ കർശനമായി പരിശോധിക്കുന്നതിനും അവർക്ക് നിയമപരമായി UK-യിൽ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തയ്യാറാണെന്ന് ഭക്ഷണ വിതരണ കമ്പനികൾ അറിയിച്ചിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇരുമ്പ് കമ്പി അറുത്തുമാറ്റിയെന്ന് പോലീസ്. വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടുകെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു ഗോവിന്ദചാമി. ആകാശവാണിയുടെ സമീപത്തെ മതിലാണ് ചാടിക്കടന്നത്. ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദചാമിയെ സന്ദർശിച്ചവരുടെ വിവരവും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒടുവിൽ ഗോവിന്ദചാമിയെ പിടികൂടുകയും ചെയ്തു. എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നോ ആരുടെ സഹായത്താലാണ് രക്ഷപ്പെട്ടതെന്നോ കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് പുറത്തുവിടും. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ദുർമരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള 24 അംഗ സംഘം അന്വേഷണം തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ വസ്തുതകളുമായി നിരക്കാത്ത ഊതിപ്പെരുപ്പിച്ച ദൃശ്യങ്ങളും വീഡിയോകളും കാണിക്കുന്ന 3000-ൽ പരം യൂട്യൂബ് ചാനലുകളിലെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിലും ദിവസേനയൊന്നോണം പുതിയ വീഡിയോകൾ വരികയാണ്. ഈ കേസ് അത്രയും ഉയർന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളികളായി ജോലി ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. 2025 ജൂലൈ 3-ന് ബെൽത്തങ്ങാടി കോടതിയിലാണ് ഈ ദളിതനായ ശുചീകരണ തൊഴിലാളി മൊഴി നൽകാൻ എത്തുന്നത്. ആലുവ മണപ്പുറത്ത് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം മെറ്റൽ വിരിച്ച് കടവുകളിൽ നിന്ന് ചെളി ഒഴിവാക്കുമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉറപ്പ് വെറുതെയായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ചെളിയിലൂടെ നടന്നും നിന്നുമാണ് മണപ്പുറത്തെ ബലിത്തറയിൽ കർക്കിടക വാവ് ബലിയിൽ കർമ്മങ്ങൾ ചെയ്തത്. ബലിത്തറ ലേലം വിളിയിലൂടെ ലക്ഷങ്ങളാണ് ദേവസ്വം ബോർഡിന് വരുമാനം ലഭിച്ചത്. സാധാരണ തുകയായി 75-ൽ നിന്ന് 100 ഉയർത്തി വരുമാനം വർദ്ധിപ്പിച്ചിട്ടും ഭക്തജനങ്ങളുടെ ക്രൂരതയാണ് കാണിച്ചതെന്നാണ് ആരോപണം. മാത്രമല്ല, നേരിട്ട് കടവിലേക്ക് വരുന്നവരിൽ നിന്ന് കടവ് വൃത്തിയാക്കാൻ എന്ന പേരിൽ 50 രൂപ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വരുമാനം ലഭിച്ചിട്ടും ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കാതിരുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. വിട്ടുമാറാത്ത മഴയും എത്തിയതോടെയാണ് മണപ്പുറം ചെളിക്കുളമായത്. മെറ്റലിട്ടെങ്കിലും അവയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ബലിതർപ്പണത്തിന് എത്തിയവരെ ചെളിയിൽ നിർത്തിയ ദേവസ്വം ബോർഡ് നടപടി പ്രതിഷേധാർഹമാണ് എന്ന് BJPയും കുറ്റപ്പെടുത്തി. ഇതിനിടയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ കടവുകളിലേക്ക് ഇറങ്ങുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. ചരട് കെട്ടി പ്രത്യേക ബാനർ ഉയർത്തിയാണ് മുന്നറിയിപ്പ് നൽകിയത്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു വരികയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിലും അടുത്ത തിങ്കളാഴ്ച വരെ വീണ്ടും മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്നും ശക്തി പ്രാപിച്ചേക്കാമെന്നും മുന്നറിയിപ്പ്. കഴിഞ്ഞ ശക്തമായ മഴ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ യഥാർത്ഥ പടിഞ്ഞാറൻ കാറ്റായി വീശാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ആക്രമണ നിര ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുമായി നാപ്പോളി വീണ്ടും പ്രീമിയർ ലീഗിലേക്ക്. ചെൽസി വിങ്ങർ റഹീം സ്റ്റെർലിംഗിനെ സ്വന്തമാക്കുന്നത് നാപ്പോളി പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഡിസംബറിൽ 30 വയസ്സ് തികയുന്ന ഈ ഇംഗ്ലണ്ട് താരം ബൊലോണയുടെ ഡാൻ എൻഡോയെ സ്വന്തമാക്കാനായില്ലെങ്കിൽ മാത്രമേ നാപ്പോളി പരിഗണിക്കുകയുള്ളൂ. എൻഡോക്കായി 40 ലക്ഷം യൂറോ ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്ഫർ ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. 2027 വരെ ചെൽസിയുമായി കരാറുള്ള സ്റ്റെർലിംഗ് 2024-25 സീസണിൽ ആഷ്നൽ ലോണിൽ കളിച്ചെങ്കിലും കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല. എല്ലാ മത്സരങ്ങളിലുമായി ആകെ 28 മത്സരങ്ങളിൽ നിന്ന് 13 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ആദ്യ 11-ൽ ഇടം നേടിയത്. 1 ഗോളും 5 അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. പരിക്ക് മൂലം ഇരുവരും പുറത്തായതിനെ തുടർന്ന് ശ്രേയങ്ക പാട്ടീലും പ്രിയ മിശ്രയും എന്ന 2 പ്രധാന കളിക്കാരെ കൂടാതെയാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതെന്ന് BCCI വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു. ഫിറ്റ്നസ് ക്ലിയറൻസ് കാത്തിരിക്കുകയായിരുന്നു ഈ ജോഡി. പക്ഷേ സെന്റർ ഓഫ് എക്സലൻസിൽ മെഡിക്കൽ മേൽനോട്ടത്തിൽ അവർ ഇപ്പോഴും സുഖം പ്രാപിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം വനിതാ ഏഷ്യ കപ്പിനിടെ വിരലിന് പരിക്കേറ്റ ശ്രേയങ്ക T20 ലോകകപ്പിനായി ഹ്രസ്വമായി തിരിച്ചെത്തിയിരുന്നു. പക്ഷേ മറ്റൊരു തിരിച്ചടി കാരണം 2025 വനിതാ പ്രീമിയർ ലീഗിൽ നിന്ന് വിട്ടുനിന്നു. 2 കളിക്കാരും ലഭ്യമല്ലാത്തതിനാൽ ബംഗാളിന്റെ ധാര ഗുജാറിനെയും ഉത്തരാഖണ്ഡിന്റെ പ്രേമ റാവത്തിനെയും ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ 3 ഫോർമാറ്റുകൾക്കുമായി ടീമിൽ ചേർത്തു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.76 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.